ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. കുമ്പളങ്ങയും മാങ്ങയും കൊണ്ടുള്ള കൂട്ടാനാണിന്ന്. കുമ്പളങ്ങ തൊലി കളഞ്ഞിട്ട് ഒരേ കനത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. സാമ്പാറിനൊക്കെ നുറുക്കണ പോലെയാണ്. കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് കഷ്ണമുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കീറിയത്, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. എല്ലാം കൂടി യോജിപ്പിച്ച് നെകക്ക വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. വെന്ത് വരട്ടെ. ഇളവൻ വേവുന്ന നേരം കൊണ്ട് പച്ചമാങ്ങ നുറുക്കി വയ്ക്കാം. ഇത്ര വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട്. തൊലി കയ്പനല്ല, അതുകൊണ്ട് തൊലിയോടെ നുറുക്കിയിട്ടുണ്ട്. കഷ്ണം പകുതി വേവാകുമ്പോൾ മാങ്ങ ചേർക്കാം, അല്ലെങ്കിൽ മാങ്ങ കഷ്ണങ്ങൾ കുടഞ്ഞു പോവും. മിക്സിയിലേക്ക് 3/4 കപ്പ് നാളികേരം ചിരകിയത്, 5 ചെറിയുള്ളി, 3/4 ടീസ്പൂൺ ജീരകം, പെരുംജീരകമല്ല സാധാരണ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, അരപ്പിലേക്ക് വേണ്ട 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി. നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചു. ജാറിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. കഷ്ണം പകുതി വേവായിട്ടുണ്ട്. ഇനി മാങ്ങ നുറുക്കിയത് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇപ്പോൾ ചേർക്കാം. പാകത്തിന് ഉപ്പിടാം. കഷ്ണം വെന്തുവിടും. ഇളക്കാം. മാങ്ങ വെന്ത് കിട്ടണം. ഉലുവപ്പൊടി ഇല്ലെങ്കിൽ വറുത്തിടുമ്പോൾ ഉലുവ ചേർത്താലും മതി. ഇനി അടച്ചു വയ്ക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് വെന്തു. മാങ്ങ കഷ്ണങ്ങളൊക്കെ ഉടയാണ്ട് തന്നെ കിട്ടി. അരച്ചത് ഒഴിക്കാം. ഒന്ന് തിളച്ച് വന്നാൽ മാറ്റാം. ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഓഫ് ചെയ്താലും കൽച്ചട്ടി ആയതുകൊണ്ട് ഇത്തിരി നേരം കൂടി തിളയ്ക്കും. വറുത്തിടാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 10 ചെറിയ ഉള്ളി നുറുക്കിയത്. ഉള്ളി കൂടുതലുണ്ടെങ്കിൽ സ്വാദാണ് ഇതിലേക്ക്. നല്ലോണം വഴന്ന് വരണം. 2 തണ്ട് കറിവേപ്പില, 4 വറ്റൽമുളക് കഷ്ണാക്കിയത്. കൂട്ടാനിലേക്ക് വറുത്തിട്ട് ഒഴിക്കാം. ഇളക്കി യോജിപ്പിച്ചാൽ നല്ല കൂട്ടാനായി. പണ്ട് തൊട്ടേ വീടുകളിൽ ഉണ്ടാക്കുന്ന കൂട്ടാനാണ്. ഇങ്ങനത്തെ കറികൾ കൽച്ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ സ്വാദുണ്ടാവും. ഇഷ്ടമായ അവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.